അങ്ങനെ ദേ സ്കൂളൊക്കെ ഓപ്പൺ ആവാറായിട്ടുണ്ട്. ഇവിടെ തേജപ്പന് ഓപ്പൺ ആയിട്ടില്ല കേട്ടാ, ചിലർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേജുവിന് ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ അതേ പട്ടാമ്പിക്കാണ് ഞാൻ പോണത്. ഞാൻ മാത്രമല്ല വിൻഷേട്ടനും തേജൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഇതേ ചെയിൻ ഒന്ന് എണ്ണ കൊടുക്കാൻ കയറിയത് കേട്ടോ. എണ്ണയാണോ ഓയിലാണോ എന്തോ കൊടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ട്. നമ്മൾ ഇതേ അലങ്കാറിലേക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പട്ടാമ്പി. 2-3 കട കണ്ടു. ഇപ്പൊ തേജപ്പിന് ഇതിൽ കയറിയാൽ മതി എന്നും പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കയറിയത്. ശരിക്കും പറഞ്ഞാൽ ബാഗും കൊടയൊക്കെ തന്നെയായിട്ട് വാങ്ങാണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്സ്, ടിഫിൻ ബോക്സ്, പെൻസിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതേ നമ്മൾ ബോട്ടിൽ കണ്ടപ്പോൾ തേജുവിന് ഈ ഒരു ബോട്ടിൽ നല്ല ഇഷ്ടമായിട്ട് കേട്ടോ. അത് ഫുള്ളി സ്റ്റീലായിരുന്നു. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് അവിടെ നിന്ന് റംഷ ചേച്ചിനെ കണ്ടു കേട്ടോ. അത് വിൻഷേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരാളോടും വർത്താനം പറഞ്ഞു. പിന്നെ ബാഗ് നോക്കേണ്ട തിരക്കാട്ടോ. ഇവിടെ വന്ന വഴിക്ക് അവരുടെ ഈ ട്രോളി ബാഗ് മതി എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ് കേട്ടോ. അവന് വലിച്ച് നടക്കാനെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇതുമ്പോൾ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്താ പ്രശ്നം വെച്ചാൽ കൂടിപ്പോയി 2 ദിവസം തന്നെ അവ അത് കൊണ്ടുപോകുള്ളൂ. കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പലക പോലെ സാധനമൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഇടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അവസാനം നമ്മൾ എന്തൊക്കെയോ പറഞ്ഞത് ഇതിൽ ഒതുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു ബാഗ് എടുത്തത്, ബാഗിന്റെ വലിപ്പം കണ്ടിട്ടാണ് ആൾ എടുത്തേക്കണത്. പിന്നെ അതേ ഈ ഒരു കുട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ബാഗും കുടയൊക്കെ വലിയത് നോക്കിയിട്ട് എടുത്തേക്കണത്. കാരണം അവൻ വലിയ ചെക്കനായെന്നും പറഞ്ഞിട്ടാണ് എടുക്കണതൊക്കെ. പിന്നെ എക്സ്ട്രാ അതേ മാർക്കറും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബുക്ക് പൊതിയേണ്ട പേപ്പറും അതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നുള്ളൂ. എന്നാലും നമുക്ക് കുറവ് സാധനങ്ങൾ തന്നെ വാങ്ങണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പുതിയ ബാഗ് ആയതുകൊണ്ട് തന്നെ നല്ല പൊലിവായിരുന്നു കേട്ടോ. ബാഗ് ഇത് ഇപ്പൊ തന്നെ തോളത്തിട്ടിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങൾ ഇട്ടിട്ട് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെയിറ്റ് കൂട്ടി ഈ ഒരു പൊലിവിൽ അറിഞ്ഞിട്ടില്ല തോന്നുന്നു. പിന്നെ വിൻഷന്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആളോടും കുറച്ചേരൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സിനിമയ്ക്കായിട്ട് പോണത്. അപ്പൊ തേജുവിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ച് നമ്മൾ കൂടുതലും പോകുന്നത് നമ്മുടെ ഗരുഡ മാളിലേക്ക് തന്നെയായിട്ട് ഇപ്രാവശ്യം പോയിക്കണത്. അപ്പൊ അവിടേക്ക് ഇതേ ചിത്തുട്ടേട്ടനും പാറും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ വേഗം സിനിമയ്ക്ക് കയറി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നരിവേട്ട കാണാനായിട്ട് പോണത്. അങ്ങനെ ഇതേ പടം തുടങ്ങി. പടം ഇരുന്ന് കണ്ടു കേട്ടോ. മെയിനായിട്ട് ഞാനിത് ഈ ഫിലിമിലെ ഈ ഒരു സോങ് കേട്ടിട്ടായിട്ട് ഇത് കാണാൻ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു കേട്ടോ. അതിന്റെ ബേസിലാണ് നമ്മൾ പോയിട്ട് ഇത് കണ്ടത്. പിന്നെ ഇതേ പടമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതേ കണ്ടിറങ്ങി കേട്ടോ. പിന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിലൊന്ന് കയറാൻ നടന്നു കേട്ടോ. ഞാൻ അങ്ങനെ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ എനിക്ക് എന്തോ പാറു പറഞ്ഞപ്പോൾ കയറാനൊരു ആഗ്രഹം കേട്ടോ. അപ്പൊ അങ്ങനെ കയറാന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്കും അതൊക്കെ അടച്ചു പൂട്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് വലിയ യോഗ ഇല്ലേ തോന്നുന്നു അവിടെ കയറാനുള്ളത്. പിന്നെ നമ്മളിതേ വേഗം ടാറ്റ പറഞ്ഞിട്ട് നമ്മളിതേ നമ്മുടെ വീട്ടിലേക്കും പോയി. അവരിതേ അവരുടെ വീട്ടിലേക്കും പോയി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.